ഏവർക്കും അൾട്ടിമേറ്റ് PSC ഗൈഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 2024 ജൂൺ 8 തൊഴിൽ വീതിയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ നിർമ്മാണ സമിതി ആമുഖം എന്നീ ഭാഗവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് ചോദ്യങ്ങളാണ്. നോക്കാം നമുക്ക്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനയുടെ ആധികാരികതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. സ്റ്റേറ്റ്മെൻറ്റ് 1, ഒരു ഭരണഘടനയ്ക്ക് ഒരു സമൂഹത്തിൽ ലഭിക്കുന്ന സ്വീകാര്യതയാണ് ആധികാരികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2, ഭരണഘടന സമൂഹത്തിന് ഗുണപ്രദവും പ്രയോജനകരവുമാണെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾ അതിനെ തിരസ്കരിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 3, ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ആധികാരികതയുള്ളതാവുന്നില്ല. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 2 മാത്രം തെറ്റ്, ഓപ്ഷൻ ബി 3 മാത്രം തെറ്റ്, ഓപ്ഷൻ സി 2, 3 തെറ്റ്, ഓപ്ഷൻ ഡി 1, 3 തെറ്റ്. ആൻസർ ഓപ്ഷൻ സി 2, 3 തെറ്റ്. ഭരണഘടന സമൂഹത്തിന് ഗുണപ്രദവും പ്രയോജനകരവുമാണെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് ജനങ്ങൾ അതിനെ തിരസ്കരിക്കുന്നത് എന്നത് തെറ്റാണ്. ജനങ്ങൾ ഭരണഘടനയെ സ്വമേധയാ അനുസരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ആധികാരികതയുള്ളതാവുന്നില്ല എന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ഓപ്ഷൻ എ KM മുൻഷി, ഓപ്ഷൻ ബി ഗൈത്താൻ, ഓപ്ഷൻ സി മുഹമ്മദ് സാദുള്ള, ഓപ്ഷൻ ഡി പട്ടാഭി സീതാരാമയ്യ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പട്ടാഭി സീതാരാമയ്യയാണ് ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അംഗങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്റ്റേറ്റ്മെൻറ്റ് 1, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2, ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിയമസഭകൾ സ്ഥാപിക്കപ്പെട്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 പ്രകാരമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവരുടെ ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ അനുവദിച്ചു. സ്റ്റേറ്റ്മെൻറ്റ് 4, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് 284 പേരാണ്. ചോദ്യം വന്നിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്നും ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ വന്നിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ എ ഇവയെല്ലാം ശരിയാണ്, ഓപ്ഷൻ ബി 1, 2, 3 ശരിയാണ്, ഓപ്ഷൻ സി 1, 3 ശരിയാണ്, ഓപ്ഷൻ ഡി 2, 4 ശരിയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 1, 3 ശരിയാണ്. ഏതൊക്കെയാണ് ശരി? ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ നിയമസഭയിൽ നിന്നും നാട്ടുരാജ്യങ്ങളിൽ നിന്നുമാണ്. മൂന്നാമത്തെ, ഓരോ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾക്കും നാട്ടുരാജ്യത്തിനും അവരുടെ ജനസംഖ്യാനുപാതികമായി സീറ്റുകൾ അനുവദിച്ചു. നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ സി JB കൃപലാനി, ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. ആൻസർ ഓപ്ഷൻ എ രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന വിദേശ ഭരണഘടനാ വസ്തുതകൾ ചേരുംപടി ചേർക്കുക. ആദ്യത്തെ 1 റിപ്പബ്ലിക്, 2 ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം, 3 അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, 4 തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ. ചേരുംപടി ചേർക്കാനുള്ളത് എ കനേഡിയൻ ഭരണഘടന, ബി ഫ്രഞ്ച് ഭരണഘടന, സി US ഭരണഘടന, ഡി ഐറിഷ് ഭരണഘടന. ഉത്തരം ബി ആണ് വരുന്നത്. നോക്കാം, ചേരുംപടി ചേർത്ത് പറഞ്ഞുതരാം. റിപ്പബ്ലിക് ഫ്രഞ്ച് ഭരണഘടന, ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം US ഭരണഘടന, അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം കനേഡിയൻ ഭരണഘടന, തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ ഐറിഷ് ഭരണഘടന. ഇങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചതാരെ? ഓപ്ഷൻ എ NA പാൽക്കിവാല, ഓപ്ഷൻ ബി താക്കൂർദാസ് ഭാർഗവ്, ഓപ്ഷൻ സി ഏണസ്റ്റ് ബാർക്കർ, ഓപ്ഷൻ ഡി KM മുൻഷി. ഉത്തരം വരുന്നത് സി ഏണസ്റ്റ് ബാർക്കർ.
ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളിൽ ഉൾപ്പെടുന്ന വസ്തുതകൾ ഏതെല്ലാം? പ്രത്യേകതകളിൽ ഉൾപ്പെടുന്ന വസ്തുതകളാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 1, ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. സ്റ്റേറ്റ്മെന്റ് 2, വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്താനുള്ള സാധ്യതയും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള പരിധിയും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നു. സ്റ്റേറ്റ്മെന്റ് 3, ജനങ്ങൾ ആദരിക്കുന്ന ഒരു പ്രമാണമായി എന്നുമെന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് വന്നിരിക്കുന്നത് എ, ഇവയെല്ലാം ഉൾപ്പെടുന്ന വസ്തുതകളാണ്. ഓപ്ഷൻ ബി 1 ഉം 3 ഉം. ഓപ്ഷൻ സി 2 ഉം 3 ഉം. ഓപ്ഷൻ ഡി 1 ഉം 2 ഉം. ആൻസർ വരുന്നത് 1 ഉം 3 ആണ്. ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ്. ജനങ്ങൾ ആദരിക്കുന്ന ഒരു പ്രമാണമായി എന്നുമെന്നും നിലനിൽക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഭരണഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രത്തിന് അധികാരം നൽകുന്ന ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യം? ഓപ്ഷൻ എ സ്ഥിതി സമത്വം, ഓപ്ഷൻ ബി പരമാധികാരം, ഓപ്ഷൻ സി ജനാധിപത്യം, ഓപ്ഷൻ ഡി റിപ്പബ്ലിക്. ആൻസർ ഓപ്ഷൻ ബി പരമാധികാരം. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ, ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് കാബിനറ്റ് മിഷനാണ്. ഓപ്ഷൻ ബി, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് ഡൽഹിയിലാണ്. ഓപ്ഷൻ സി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ട് 1946 ഡിസംബർ 11-നാണ്. ഓപ്ഷൻ ഡി, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 നവംബർ 26-നാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് 1947 നവംബർ 26-നാണ് എന്നതാണ് തെറ്റ്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഓപ്ഷൻ എ ആമുഖം, ഓപ്ഷൻ ബി നിർദ്ദേശക തത്വങ്ങൾ, ഓപ്ഷൻ സി മൗലികാവകാശങ്ങൾ, ഓപ്ഷൻ ഡി മൗലിക കർത്തവ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ആമുഖമാണ്. നാം ഭാരതത്തിലെ ജനങ്ങൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അടുത്ത ചോദ്യം. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ടവയിൽ ഉൾപ്പെടാത്ത സവിശേഷതകൾ ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വ്യവസ്ഥ. നാലാമത്തെ ജുഡീഷ്യൽ പുനരവലോകനം. അതിൽ ഓപ്ഷൻസ് നോക്കാം. 2 ഉം 3 ഉം, എ 2 ഉം 3 ഉം, ബി 3 ഉം 4 ഉം, സി 1 ഉം 3 ഉം, ഡി 2 ഉം 4 ആണ്. നോക്കാം. രണ്ടാമത്തത് അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം, ജുഡീഷ്യൽ പുനരവലോകനം. ഇത് രണ്ടുമാണ് കടം കൊണ്ടിട്ടുള്ളത്. അടുത്ത ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ആമുഖത്തിൽ സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇന്റഗ്രിറ്റി എന്നീ പദങ്ങൾ കൂട്ടിച്ചേർത്തത് ഏത് ഭേദഗതിയിലൂടെ? ഓപ്ഷൻ എ 1-ാം ഭേദഗതി, ഓപ്ഷൻ ബി 42-ാം ഭേദഗതി, ഓപ്ഷൻ സി 44-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 51-ാം ഭേദഗതി. ആൻസർ ബി ആണ്, 42-ാം ഭേദഗതി. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയുടെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു സമൂഹത്തിൽ തീരുമാനം എടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിശ്ചയിക്കുക. 2, ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതെ അവയ്ക്ക് സ്വതന്ത്ര അധികാരം നൽകുക. 3, സമൂഹത്തിന്റെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും സബലീകരിക്കാൻ ഗവൺമെന്റിനെ പ്രാപ്തമാക്കുക. 4, ജനതയ്ക്ക് മൗലികമായൊരു വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നില്ല. കർത്തവ്യങ്ങൾ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1, 2, 3 ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഓപ്ഷൻ ബി 1, 3 ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ സി 2, 4 ഉൾപ്പെടുന്നില്ല. ഓപ്ഷൻ ഡി ഇവയൊന്നും ഉൾപ്പെടുന്നില്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. 2, 4 ആണ് വരുന്നത്. ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കാതെ അവയ്ക്ക് സ്വതന്ത്ര അധികാരം നൽകുക, ജനതയ്ക്ക് മൗലികമായൊരു വ്യക്തിത്വം പ്രദാനം ചെയ്യുന്നില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റുമാണ് കർത്തവ്യങ്ങൾ ഉൾപ്പെടാത്തത്. അടുത്തത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ട ദിവസം. ഓപ്ഷൻ എ 1946 ഡിസംബർ 6, ബി 1946 ഡിസംബർ 9, സി 1946 ഡിസംബർ 11, ഡി 1946 ഡിസംബർ 15.
ആൻസർ എ ആണ് 1946 ഡിസംബർ 6. ലക്ഷ്യപ്രമേയത്തിലെ പ്രധാന ഇനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ഉൾപ്പെടുന്നവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1, മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും ഇന്ത്യ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇന്ത്യൻ യൂണിയനിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ സ്വയം ഭരണാധികാരമുള്ളവയായിരിക്കും. യൂണിയനിൽ നിക്ഷിപ്തമായിട്ടുള്ള വിഷയങ്ങളിൽ അടക്കം എല്ലാ കാര്യങ്ങളിലും ഈ പ്രദേശങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും. 3, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിൻ്റെ ഭരണഘടനയുടെയും സർവ്വാധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ലഭിക്കുക. ലോക സമാധാനവും മാനവരാശിയുടെ ക്ഷേമവും വളർത്താൻ രാജ്യം പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സംഭാവനകൾ നൽകും. ഓപ്ഷൻ എ 1, 2, 3, 4, ഓപ്ഷൻ ബി 2, 3, 4, സി 1, 3, 4, ഡി 1, 4. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 3, 4 ആണ് ഇതിൽ ഉൾപ്പെടുന്നത്. നമുക്കത് നോക്കാം. 1, 3, 4. മുൻ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങൾ, ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന മറ്റു പ്രദേശങ്ങൾ എന്നിവയുടെ ഒരു യൂണിയനായിരിക്കും ഇന്ത്യ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെയും അതിൻ്റെ ഭരണഘടനയുടെയും സർവ്വാധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ലഭിക്കുക. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ലോക സമാധാനവും മാനവരാശിയുടെ ക്ഷേമവും വളർത്താൻ രാജ്യം പൂർണ്ണ മനസ്സോടെ നിറഞ്ഞ സംഭാവനകൾ നൽകും. അടുത്ത ചോദ്യം നോക്കാം. ഒരു ഭരണഘടന തകർക്കപ്പെടാതെ നിലനിൽക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ നിരീക്ഷിച്ച് ശരിയായ ഉത്തരം എഴുതുക. ശരിയായ ഉത്തരമാണ് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് 1, അധികാര കേന്ദ്രീകരണം തടയുകയും അധികാരം വ്യത്യസ്ത സ്ഥാപനങ്ങൾക്കിടയിൽ വിഭജിക്കുകയും വേണം. രണ്ടാമത്തെ, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ കാലോചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാകരുത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്, ഓപ്ഷൻ ബി 2 ശരി 1 തെറ്റ്, ഓപ്ഷൻ സി 2 തെറ്റ്, ഓപ്ഷൻ ഡി 2 ശരി. ആൻസർ എ ആണ്. ഓപ്ഷൻ എ 1 ശരി 2 തെറ്റ്. ശരിയായത് അധികാര കേന്ദ്രീകരണം തടയുകയും അധികാരം വ്യത്യസ്ത സ്ഥാപനങ്ങൾക്കിടയിൽ വിഭജിക്കുകയും വേണം. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഒരു രാഷ്ട്രത്തിൻ്റെ സംഘാടനവും പ്രവർത്തനവും സംബന്ധിച്ച അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഒരു ജനാധിപത്യ ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നത്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്നാൽ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്. ഇതിൽ ഓപ്ഷൻ എ 2, 4 ശരിയാണ്. ഓപ്ഷൻ ബി 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ സി 1, 2, 3 ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3, 4 ശരിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 ശരിയാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ സംഘാടനവും പ്രവർത്തനവും സംബന്ധിച്ച അടിസ്ഥാന പ്രമാണമാണ് ഭരണഘടന. രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സമഗ്രവും പരമാധികാര സ്വഭാവമുള്ളതുമാണ്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ താല്പര്യങ്ങളാണ് ഒരു ജനാധിപത്യ ഭരണഘടന പ്രതിഫലിപ്പിക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന എന്നാൽ ആ രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമസംഹിതയാണ്.